നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള സിനിമാ പിന്നണി ഗായകൻ ഹനാൻഷയുടെ ഉപ്പയും ഉമ്മയും ഈ ഗസൽ പരിപാടി ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ഉമ്മയുടെ പേരെന്താണ്? എന്റെ പേര് നുസ്രത് ബീവി. ഉപ്പയുടെ പേര് സിദ്ദീഖ് ഹസൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ ഗസൽ പ്രോഗ്രാമുകളൊക്കെ? നല്ല ഉഷാറാണ്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ്. ആരുടെ ഒരു മിസ്റ്റേക്ക് ഒന്നും പറയാനില്ല. ജഡ്ജസിന് കൺഫ്യൂഷൻ ആകുന്ന തരത്തിലാണ് എല്ലാവരെയും അവതരണം. കുട്ടികളൊക്കെ അത്രയും ദൂരം നിന്ന് വന്നിട്ടൊരു ടെൻഷനോ യാത്രയുടെ പ്രയാസമൊന്നും ആരും മുഖത്തോ എവിടെയും കാണുന്നില്ല. നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അവരെ കാണാനും ആസ്വദിക്കാനും ഒരുപാട് ഗസൽ ആസ്വാദന പ്രേമികൾ ഉണ്ട് ഇവിടെ. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. നല്ല ഉഷാർ. ഉപ്പയുടെ അഭിപ്രായം എന്താണ്? തിങ്കളാഴ്ച മുതലേ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ മോനൊക്കെ പാടി പതിഞ്ഞു പോകുന്നൊരു ഇടമാണ് കലോത്സവങ്ങള്. അപ്പോൾ ഇവിടെ ഗസലിലൊക്കെ അവൻ പങ്കെടുത്തിരുന്നു. അപ്പൊ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഇതൊക്കെ ഒന്ന് എത്രത്തോളം ഉണ്ടെന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് മാപ്പിളപ്പാട്ട് നടക്കുന്നവരാണ്. ഒപ്പന, അതുപോലെ തന്നെ നാടോടി നൃത്തം, സംഘനൃത്തം എല്ലാം അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കറങ്ങാണ്. അതിനിടയിൽ ഡ്യൂട്ടി ഉണ്ട്, അത് നിർവഹിക്കുന്നുണ്ട്. അതാണ്. ഓക്കെ, സന്തോഷം. നമുക്ക് ട്രോഫിന്റെ റൂമിലായിരുന്നു ഡ്യൂട്ടി. 3 ദിവസമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഓഫ് തന്നിട്ടുണ്ട്. അപ്പൊ പരമാവധി മക്കള് പങ്കെടുത്ത ഐറ്റംസ് ഇങ്ങനെ വേദികൾ കയറുക കാണാന്നുള്ള സന്തോഷം. നമുക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം എത്രമാത്രം ഗസലിനെ ആസ്വാദകർ ഏറ്റെടുക്കുന്നുണ്ട്, എത്രമാത്രം എല്ലാവരുടെയും മനസ്സിലേക്ക് ഗസൽ പ്രേമികൾ ഇറങ്ങിച്ചെല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം.